ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ മൊഴി. സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനും കമ്മീഷണർ എൻ വാസുവിനും അറിയാമായിരുന്നുവെന്നാണ് മുരാരി ബാബുവിന്റെ മൊഴി. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റെന്ന് സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധനും മൊഴി നൽകി. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ മാത്രം അറിവോടെ നടന്ന തട്ടിപ്പെന്നായിരുന്നു അന്നത്തെ ബോർഡ് അംഗങ്ങളുടെ നിലപാട്. എന്നാൽ ഇതിനെ തള്ളുന്നതാണ് മുരാരി ബാബുവിന്റെ മൊഴി. രേഖകളിൽ സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ, ബോർഡിലെ മറ്റംഗങ്ങൾ, ദേവസ്വം കമ്മീഷണർ എൻ വാസു തുടങ്ങിയവർ കണ്ടിട്ടുണ്ട്. ചെമ്പെന്ന് എഴുതിയത് തിരുത്താൻ ഇവർ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മുരാരി ബാബു പറഞ്ഞു. ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ പാളിയിലെ അടിസ്ഥാന ലോഹം ചെമ്പാണ്. സ്വർണം പൊതിയുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അതിനാലാണ് രേഖകളിൽ ചെമ്പെന്ന് രേഖപ്പെടുത്തിയതെന്നും മുരാരി ബാബു പറഞ്ഞു. സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയപ്പോൾ ശബരിമല സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല എന്നത് മാത്രമാണ് ദേവസ്വം ബോർഡിന്റെ വീഴ്ചയെന്ന് ആവർത്തിക്കുകയാണ് ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. മകസർ തയ്യാറാക്കി വീഡിയോ ചിത്രീകരണത്തോടുകൂടി സുരക്ഷിത വാഹനത്തിലാണ് ഞങ്ങൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത്. ദ്വാരപാലക ശില്പത്തിലെയും കട്ടിളയിലെയും പാളിയിൽ നിന്ന് ഉരുക്കിയെടുത്ത സ്വർണത്തിൽ 476 ഗ്രാം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി തനിക്ക് വിറ്റെന്നാണ് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടടക്കം പരിശോധിച്ചു വരികയാണ്. സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിലെ അട്ടിമറിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇതിലൂടെ ലഭ്യമാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. അതിനിടെ മുരാരി ബാബുവിന്റെ പെരുന്നേലെ വീട്ടിൽ SIT സംഘം പരിശോധന നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സംസ്ഥാനത്തിന് പുറത്ത് വിവിധയിടങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തുകയാണ്. മീഡിയ 1 തിരുവനന്തപുരം.